കാശ്മീരുടെ ആഖ്യാനമാണ് കളവ്, കാശ്മീരുടെ ആഖ്യാനമാണ് തെറ്റ്, കാശ്മീരുടെ അമിത ആവേശമാണ് പിടയ്ക്കരുതെന്ന് ഞാൻ പറയുന്നത്. ടൂറിസവുമായി ബന്ധപ്പെട്ട അനുബന്ധ സാർ, മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യം ടൂറിസം വകുപ്പ് ചർച്ച ചെയ്യുന്നത് എന്തിനാണ്? ശരത്കുമാർ, താങ്കൾ തന്നെ പറഞ്ഞില്ലേ ഈ പറയുന്ന 19 സംഘടനയുള്ള യോഗത്തിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യം ടൂറിസം വകുപ്പ് ചർച്ച ചെയ്യുന്നത് എന്തിനാണ്? വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. പറഞ്ഞത് പച്ചക്കള്ളമാണ്. നിങ്ങളിപ്പോ പച്ചക്കള്ളം പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞില്ല. എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. നിങ്ങൾ ബുദ്ധിജീവികളാണോ അതോ മന്ദബുദ്ധികളോ? പച്ചക്കള്ളം പറഞ്ഞില്ല. പച്ചക്കള്ളം പറഞ്ഞില്ല. ശരത്കുമാർ സാർ, മാഡം, I am forwarding here with the link of the Zoom meeting scheduled on 21/2024, 2:30 PM, presided by the Director Department of Tourism. The subject is the excise policy renewal and suggestion to Kerala tourism. താങ്കൾ പച്ചക്കള്ളം പറയുകയാണ്. എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിനകത്ത് വരാൻ. അത് നിങ്ങൾക്കൊന്നും കഴിയാവില്ല. അതിന് ഇത് കുറച്ച് വേണം. തലയ്ക്ക് പ്രാന്ത അല്ല, ബുദ്ധി. അനിൽകുമാർ, മന്ത്രി മുഹമ്മദ് റിയാസിനും എം പി രാജേഷിനും പിന്നാലെ താങ്കളും വന്നിരുന്ന് പച്ചക്കള്ളം പറയുകയാണ്. താങ്കൾ പച്ചക്കള്ളം പറയുകയാണ്. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. യെസ്, അങ്ങോട്ട് കേക്കട്ടെ. അത് സാമാന്യ ബുദ്ധി വീട്ടിൽ വെച്ചാലേ ഇങ്ങനെ തോന്നുള്ളൂ. താങ്കൾ വീട്ടിലിരിക്കുകയാണ്, അതുകൊണ്ടാണ് സാമാന്യ ബുദ്ധിയോട് മനസ്സിലാവാത്ത ചോദ്യം. പറഞ്ഞു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തന്നെയാണ് മന്ത്രി എം പി രാജേഷിന്, എക്സൈസ് മന്ത്രിയുടെ, ടൂറിസം മന്ത്രിയുടെ, പാർട്ടി സെക്രട്ടറിയുടെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്. ഈ എല്ലാവരും ബുദ്ധി വീട്ടിൽ വെച്ചല്ലോ ശ്രദ്ധിക്കുന്നത്. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. ഇതെല്ലാവരും നിങ്ങൾ ഈ വിഷയത്തിൽ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ മദ്യനയം ചർച്ച ചെയ്യുകയും അങ്ങനെ ഒരു യോഗം പോലും ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോൾ എല്ലാവരും ബുദ്ധി വീട്ടിൽ വെച്ചിട്ടല്ലോ ഇരിക്കുന്നത്. സാർ, ഞങ്ങൾ രണ്ടാളും പറയുന്നത് വിശ്വസിച്ചാൽ മതി. അതിനപ്പുറം ഇങ്ങോട്ട് പറയുമ്പോൾ ശരിക്കും വേണ്ട കേട്ടാ. ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ? മുമ്പ് എനിക്ക് അങ്ങനെ സംശയം ഉണ്ട്, ഇപ്പൊ ഉറപ്പായി. UDF സർക്കാരിന്റെ കാലത്ത് ബാർ ഹോട്ടലുകൾ അടഞ്ഞു കിടന്നു. LDF വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും. പിന്നെ നീ ഇരിക്കണ്ട, നീ ഇരിക്കാനാകുമ്പോ ഞാൻ പറയാൻ കേട്ടോ. LDF ആ ബാർ ഹോട്ടലുകൾ നിയമാനുസരണം തുറന്നു. മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ എടുത്തു. അമ്മാമയോട് ആത്മാർത്ഥതയും നന്ദിയുള്ള ഒരുത്തനെങ്കിലും ഈ ലോകത്തുണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. പാർട്ടി ആർക്കൊപ്പമാണ്? ജനങ്ങൾക്കൊപ്പമാണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. അത് അവരെ ഉപദ്രവിച്ചുകൊണ്ടായാലും വേണ്ടിയില്ല. LDF വരും, എല്ലാം ശരിയാകും. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. നിയമാനുസരണം ബാർ ഹോട്ടലുകൾ കൂട്ടത്തോടെയാണ് തുറന്നത്. കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി. കൂടാതെ മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളുമുണ്ട്. പണിയെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കല്ലേ. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. നിങ്ങളുടെ വോട്ട് LDFന് തന്നെ നൽകുക. കള്ളും ചാരായവും റേഷൻ കട വഴി വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി ഞാൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കാൻ പഠിക്കരുത്. അയ്യോ, ഇനി സഹായമൊന്നും വേണ്ട. ഈ ചെയ്തു തന്ന സഹായം തന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ ഈ ജമ്മത്ത്? അതിന് ഞാൻ എന്തായാലും ഒരു പ്രത്യുപകാരം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. പോട്ടെ. LDF വരും, എല്ലാം ശരിയാകും. മൂഷിക ഭരണം കാരണം മുടിഞ്ഞ് കുത്തുവാളെടുക്കേണ്ട ലക്ഷണം. ഇങ്ങനെ മാനം മര്യാദയായി കേരളത്തിനകത്ത് 8 കൊല്ലമായി ഒരു സർക്കാർ പ്രവർത്തിക്കുന്നു. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. അങ്ങ് വിഡ്ഢിത്തരമെന്നോ പച്ചക്കള്ളമെന്നോ അങ്ങ് മൂർച്ചയുള്ള ഏതൊക്കെ വാക്ക് ഉപയോഗിച്ചാലും മന്ത്രിമാർ കള്ളം പറഞ്ഞത് കള്ളമാണ്. അനിൽകുമാർ, അല്ലേ? നിങ്ങൾ പച്ചക്കള്ള പറയുന്നത്. തനിക്ക് ആരടോ മരക്കഴുത വക്കീലിന്റെ സുന്നത്ത്? അയ്യേ, സുന്നത്തല്ല മുതലാളി, സന്നദ്ധ. ഇല്ല, സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാർ എന്ന് പറഞ്ഞാൽ ടൂറിസം ഡയറക്ടർ അല്ല. അത് പച്ച മലയാളത്തിൽ ആദ്യം മനസ്സിലാക്കണം. ഞാൻ വേണ്ട എന്ന് പറഞ്ഞത് അവനെ തല്ലണ്ടെന്നല്ല, അവന്റെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളണ്ടെന്നാ പറഞ്ഞത്. സാർ, സർക്കാർ അറിയാതെ, ടൂറിസം മന്ത്രി അറിയാതെ ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചെങ്കിൽ ടൂറിസം മന്ത്രി വേറെ പണിക്ക് പോകണം. എന്റെ പേരും പറഞ്ഞ നാണങ്ങളാ നടക്കുന്നത്. അത് ടൂറിസം വകുപ്പിന്റെ കഴിവുകേടാണ്. ഇത്ര വലിയൊരു യോഗം സർക്കാർ അറിയാതെ, വകുപ്പ് അറിയാതെ, മന്ത്രി അറിയാതെ ഡയറക്ടർ വിളിക്കാൻ അയാൾക്ക് അധികാരം കൊടുത്ത ആരാണ്? ഈ അന്തം കമ്മികളെ സംബന്ധിച്ച് അവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്നൊരു സ്വമേധയാ ഒരു ധാരണയുണ്ട്. അതിന്റെ ഭാഗമാണെന്ന് മാത്രം താങ്കളും കണക്കാക്കിയാൽ മതി. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞേക്കാം. ഇതിൽ ഈ അന്തം കമ്മി ആരാ? അല്ലല്ല, ഇതിലെ അന്തം കമ്മി ആരാ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അല്ലല്ല, ഹാഷ്മി, ഇതിലെ അന്തം കമ്മി ആരാ? നമ്മളെയാണല്ലോ മച്ചമ്പി.
അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? എനിക്കറിയില്ല. ഈ ചർച്ചയിലെ അന്തം കമ്പി ആരാന്ന് ഹാഷ്മി പറയൂ. അത് ചാമക്കാല പറയട്ടെ. തുടരേണ്ട കാര്യമില്ല. അത് ചാമക്കാല പറയട്ടെ. അല്ലല്ല, എനിക്കറിയില്ല. നിങ്ങൾ ആരോട് ചോദിക്കുക? ചോദിക്കാൻ തോന്നാത്തത് ചോദിക്കാന്ന് ചാമക്കാല ഈ ചർച്ചയിലെ അന്തം കമ്പി ആരാ? വിഷമില്ലേ? വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കിളക്കും. എന്നിട്ട് വിഷമം തിന്നില്ലെങ്കിൽ 2 പപ്പടം അങ്ങോട്ട് കാച്ചു. നിങ്ങൾ ചോദിക്കേ. ഈ ചർച്ചയിൽ അന്തംകമ്മിയാരാണ്, ഈ ചർച്ചയിൽ അന്തംകമ്മിയാരാണെന്ന് എന്റെ അടുത്ത് ആരും ഇരിപ്പില്ല, എന്റെ സ്റ്റുഡിയോയിൽ ആരും ഇരിപ്പില്ല ഞാൻ തൊട്ട് കാണിക്കാൻ. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. ഈ സംസ്ഥാനത്തെ CPM-ന്റെ അന്തംകമ്മികൾ വീണ്ടും ആവർത്തിക്കുന്നു. അന്തംകമ്മികൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്. കൈയാളുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ മണ്ടനാണെന്നല്ലടാ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? കൈ കൊണ്ടുവന്ന് എന്താ എടുത്തോ, എന്നിട്ട് ഇറങ്ങാ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.